എൻ്റെ ലൈഫിൽ കുറേ ടേണിംഗ് പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് നമ്മളോട് പറയും, ഇതാണ് നിങ്ങളുടെ ടേണിംഗ് പോയിന്റ്. ഇത് 10ാം ക്ലാസ്സിൽ വാങ്ങുന്ന 10 A+ ആണ് നിങ്ങളുടെ ടേണിംഗ് പോയിന്റ്. അത് കഴിഞ്ഞ് നമ്മൾ കഷ്ടപ്പെട്ടിരുന്ന് കുറേ A+ എല്ലാം വാങ്ങി പ്ലസ് ടുലേക്ക് കിടക്കുമ്പോൾ അവിടുന്ന് ടീച്ചേഴ്സ് പറയും, ഇതാണ് നിങ്ങളുടെ ടേണിംഗ് പോയിന്റ്. ഞാനിതുവരെ ഈ 10ാം ക്ലാസ്സും പ്ലസ് ടുവിന്റെ മാർക്കും കൊണ്ട് ഒരു ടേണിംഗ് പോയിന്റും കണ്ടിട്ടില്ല. അതായത് ഞാൻ യൂസ് ചെയ്തിട്ട് തന്നെ ഇല്ല. ഡിഗ്രി എത്തി, ഡിഗ്രിയിൽ കുറെ സപ്ലൈ ഒക്കെ വാങ്ങി, PG കഴിഞ്ഞു, PGയിലും അങ്ങനെ സപ്ലൈ ഒക്കെ വാങ്ങി നടന്ന്. അതായത് ഈ 10ഉം+2ഉം ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കുത്തിയിരുന്ന് പഠിച്ചു. അപ്പം ഡിഗ്രി എത്തുന്ന സമയത്ത് നമുക്ക് ഫ്രീ വേണമെങ്കിൽ ക്ലാസ്സിൽ പോകാം, അങ്ങനെ ഒരു ഫ്രീഡം കിട്ടുമല്ലോ. അപ്പോൾ അത് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യും. പക്ഷെ ഈ ടേണിംഗ് പോയിന്റ് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ട് സത്യം പറഞ്ഞാൽ ഈ 10ഒന്നും എൻ്റെ ലൈഫിൽ ടേണിംഗ് പോയിന്റേ അല്ല. ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ സ്വയം കണ്ടെത്തുന്ന ഒരു പോയിന്റാണ്. അതായത് നമ്മുടെ ലൈഫ് മൊത്തമായിട്ട് ഡൈവേർട്ട് ആവുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇതാവുന്ന നമ്മൾ തീരുമാനിക്കുന്ന സമയത്ത്. അത് ഈ 10ാം ക്ലാസ്സിലെ ഫുൾ A+ഓ പ്ലസ് 2ന്റെ ഫുൾ A+ കൊണ്ടൊന്നും വാങ്ങാൻ പറ്റുന്നൊന്നല്ല. നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ ലൈഫിലൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് തോന്നുന്നത്, അതാണ് നിങ്ങളുടെ ടേണിംഗ് പോയിന്റ്. അത് ബാക്കിയുള്ളവർ പറയുന്നതല്ല. അത് നിങ്ങൾ ആദ്യം കണ്ടെത്തണം, എന്നാലേ നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് എത്തുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എനിക്ക് പറയുന്നത് എൻ്റെ ABC പറയാം. ABC ഗ്രൂപ്പ് ഓഫ് ഇന്ത്യ. അവിടെ എത്തിയിട്ടാണ് ഞാൻ നല്ല കുറേ ആൾക്കാരെ പരിചയപ്പെട്ടത്, എൻ്റെ ഉള്ളിലെ കഴിവൊക്കെ പുറത്തെടുത്തത്. ഒരുപാട് എൻ്റെ പാഷൻ അനുസരിച്ചിട്ട് ഞാൻ ജീവിക്കാൻ തുടങ്ങിയത് അവിടെ എത്തിയപ്പോഴാണ്. അപ്പൊ അതാണ് ടേണിംഗ് പോയിന്റ്. അല്ലാണ്ട് ഞാൻ വാങ്ങിക്കൂട്ടിയ മാർക്കോ കാര്യങ്ങളോ, അല്ലെങ്കിൽ നല്ല ബുദ്ധിയിരിക്കണം, ഭയങ്കര പഠിത്തമുള്ള ആൾക്കാർ, അവർക്ക് എങ്ങനെയാണ് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ആ കൂട്ടത്തിലുള്ളതല്ല കേസ്. അപ്പോൾ നിങ്ങളുടെ ടേണിംഗ് പോയിന്റ് എന്തായിരുന്നു? ഇങ്ങനെ നിങ്ങളോട് ആരെങ്കിലും ടേണിംഗ് പോയിന്റ്സ് ഉണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ഇനിയും ടേണിംഗ് പോയിന്റ് കണ്ടെത്താത്തവരാണോ? ആണെങ്കിൽ നിങ്ങളിപ്പോൾ ഏത് പോയിന്റിലാണോ നിൽക്കുന്നത് അവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോവുക. അതായത് ഒന്നും ടേണിംഗ് പോയിന്റ്സ് ഒന്നും കാണുന്നില്ലല്ലോ, അല്ലെങ്കിൽ ലൈഫൊന്നും എഴുതി എത്തൂലെന്ന് വിചാരിക്കണ്ട. കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതാണ് എൻ്റെ ടേണിംഗ് പോയിന്റ്. ആ ഒരു പോയിന്റിലേക്ക് എത്തും. ഓൾ ദ ബെസ്റ്റ്.